നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ. 1978 വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ 350-ൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിലും തന്റേതായ സാന്നിധ്യം അറിയിക്കാൻ നടന് സാധിച്ചിട്ടുണ്ട്. മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് എമ്പുരാനിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ്. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. പ്രണവിന്റെയും സുചിത്രയുടെയും വിസ്മയുടെയും എല്ലാം വിശേഷങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട്. മോഹൻലാലിന്റെ 2 മക്കളും പ്രേക്ഷകർക്ക് എന്നും അത്ഭുതമാണ്. ലോകം അറിയുന്ന മഹാനടന്റെ മക്കളാണെന്ന ടാഗ് ഒരിക്കലും ഇരുവരും ഉപയോഗിക്കാറില്ല. തന്റെ സ്റ്റാൻഡപ്പ് മൂലം വരുന്ന ബുദ്ധിമുട്ടുകൾ മക്കൾ അനുഭവിക്കരുതെന്ന നിർബന്ധം മോഹൻലാലിനുണ്ട്. മലയാളത്തിൽ നിരവധി സ്റ്റാർ കിഡുണ്ട്. അവരെല്ലാം മാതാപിതാക്കളുടെ സ്റ്റാൻഡപ്പിന് കീഴിൽ നിന്ന് സിനിമയിലും മോഡലിംഗിലും എല്ലാം കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരുമാണ്. സിനിമ ചെയ്യുമ്പോൾ മാത്രം വരും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പ്രണവിന്റെ അഡ്രസ്സോ ഉണ്ടാവില്ല. വിസ്മയ മോഹൻലാൽ ആണെങ്കിൽ കേരളത്തിൽ ആളുകൂടുന്ന പൊതുയിടത്ത് എത്താറേയില്ല. സൂപ്പർ സ്റ്റാറിന്റെ മകളായിട്ട് പോലും വിസ്മയയെക്കുറിച്ച് ആളുകൾ ഒന്നും അറിയുകയും ഇല്ല. വിസ്മയ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമാണ് താരപുത്രിയുടെ അപ്ഡേറ്റുകൾ ലാൽ ഫാൻസ് പോലും അറിയുന്നത്. ഇന്നലെയായിരുന്നു മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ റിലീസായത്. എന്നാൽ ഇന്നലെ എമ്പുരാൻ റിലീസ് മാത്രമായിരുന്നില്ല, മോഹൻലാലിനും കുടുംബത്തിനും വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസം കൂടിയായിരുന്നു. അതിനൊരു കാരണം വർഷങ്ങളുടെ കഠിന അധ്വാനത്തിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ എമ്പുരാൻ റിലീസിനെത്തി എന്നത് മാത്രമല്ല, ഓമനപുത്രി വിസ്മയയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു എന്നതാണ്. എമ്പുരാൻ പ്രീ റിലീസിന്റെ തിരക്കിലും അർദ്ധരാത്രിയിൽ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസകളുമായി മോഹൻലാൽ എത്തിയിരുന്നു. ജന്മദിന ആശംസകൾ മായക്കുട്ടി. ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ. നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ. നിന്നെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു. നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു അച്ഛ എന്നാണ് മോഹൻലാൽ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് കുറിച്ചത്. ഒപ്പം മകളുടെ മനോഹരമായ ഒരു ഫോട്ടോയും ലാലേട്ടൻ പങ്കിട്ടിരുന്നു. പെൺമക്കൾ അച്ഛന്മാർക്ക് എന്നും വീക്ക്നെസ് ആണെന്നത് മോഹൻലാലും തെളിയിച്ചു കഴിഞ്ഞു. ഇന്നലെ വിസ്മയയുടെ 33-ാം പിറന്നാളായിരുന്നു. മകളുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ എമ്പുരാൻ റിലീസ് ചെയ്യുന്ന സന്തോഷം റിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സുചിത്ര പങ്കുവച്ചിരുന്നു. എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്ന മാർച്ച് 27-ന് എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. അതേ ദിവസമാണ് എന്റെ മകളുടെ ജന്മദിനം. അതിനാൽ ആ ദിവസം എനിക്ക് 2 സന്തോഷമാണെന്നായിരുന്നു സുചിത്ര കുറച്ച് നാളുകൾക്ക് മുൻപ് എമ്പുരാനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ഗ്രാൻഡ് ആയിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഫോട്ടോകളും വീഡിയോകളും വിസ്മയ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ള ഗൌണിൽ അതീവ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു വിസ്മയ എന്ന് അതിൽ വ്യക്തം. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിസ്മയ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത്. കമന്റ് സെക്ഷൻ സ്വകാര്യമായതുകൊണ്ട് തന്നെ ആശംസകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കല്യാണി പ്രിയദർശൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലൈക്ക് അടിച്ചതായി കാണാം. ചെന്നൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മായയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെക്കുറിച്ച് മുൻപ് ദുൽഖർ സൽമാൻ പങ്കുവച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലാവുകയാണ്. അതൊരു ഗംഭീര ആഘോഷമായിരുന്നു എന്നും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രത്തിൽ അവളന്ന് വളരെ ക്യൂട്ടായിരുന്നു എന്നും, എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുൻപേ വിസ്മയ ഉറങ്ങിപ്പോയതിനെ കുറിച്ചുമാണ് ദുൽഖർ പറയുന്നത്. പ്രണവ് അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയെങ്കിലും വിസ്മയയ്ക്ക് സിനിമാ മോഹങ്ങളില്ല. ചേട്ടനെ പോലെ യാത്രകളും എഴുത്തും എല്ലാമാണ് വിസ്മയയുടെ വഴി. അതുപോലെ 33 വയസ്സ് പിന്നിട്ടു എന്ന് പറഞ്ഞ് മകളെ വിവാഹത്തിന് നിർബന്ധിക്കുന്ന അച്ഛനുമല്ല മോഹൻലാൽ. മകളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമാണ് എന്നും ലാലും സുചിത്രയും വില കൽപ്പിച്ചിട്ടുള്ളത്. ലൈംലൈറ്റിൽ നിന്നും മാറിയുള്ള വിസ്മയയുടെയും പ്രണവിന്റെയും ഒതുങ്ങിയ ജീവിതം താരങ്ങളുടെ മക്കൾക്ക് മാതൃകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത്. ഇപ്പോൾ വിസ്മയ മാർഷൽ ആർട്സ് പഠിക്കുകയാണ്. അവരെപ്പോൾ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ അവർക്ക് വിട്ടു. എപ്പോഴും എല്ലാവർക്കും എപ്പോൾ കല്യാണം കഴിക്കുമെന്ന ചോദ്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ വന്ന് പറയൂ എന്നാണ് പറയാറ്. അത് അവരുടെ തീരുമാനമാണെന്നാണ് മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ പ്രതികരിച്ച് സുചിത്ര പറഞ്ഞത്. അച്ഛനെയോ സഹോദരൻ പ്രണവിനെ പോലെയോ വിസ്മയയ്ക്ക് സിനിമയോട് താല്പര്യമില്ല. മാർഷൽ ആർട്സിലും ക്ലേ ആർട്സിലും എഴുത്തും ഒക്കെയാണ് വിസ്മയയുടെ ലോകം. മുൻപ് കുൻഫു തായി ആയോധന കലകൾ അഭ്യസിക്കുന്ന പോസ്റ്റുകൾ വിസ്മയ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2021-ലാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന പുസ്തകം വിസ്മയ എഴുതുന്നത്. അന്ന് പുസ്തകത്തിന് പ്രശംസയുമായി അമിതാഭ് ബച്ചൻ അടക്കം രംഗത്തെത്തിയിരുന്നു. അതേസമയം 750-ലേറെ സ്ക്രീനുകളിലാണ് കേരളത്തിൽ എമ്പുരാൻ പ്രദർശിപ്പിക്കുന്നത്. ആരാധകർക്കൊപ്പം മോഹൻലാലും അണിയറ പ്രവർത്തകരും രാവിലെ തന്നെ കവിതാ തിയേറ്ററിൽ എത്തിയിരുന്നു. റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു എമ്പുരാൻ.
മലയാളത്തിലെ ആദ്യമായി ആദ്യ ദിനം 50 കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി എമ്പുരാൻ മാറി. അതും റിലീസിന് തലേ ദിവസവും എന്തും ശ്രദ്ധേയമാണ്. ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കിടിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമെന്നും അടിപൊളി പടമെന്നും എല്ലാമാണ് പ്രേക്ഷകർ സിനിമയെ വിശേഷിപ്പിച്ചത്. ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ചിത്രം മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നതെന്നും ചിലർ പ്രതികരിച്ചു. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ കളക്ഷൻ 1000 കോടി കടക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം. മലയാളത്തിലെ ഹോളിവുഡ് മൂവിയെന്നും ചിലർ എമ്പുരാനെ വിശേഷിപ്പിച്ചു. രോമാഞ്ചമുണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിൽ ഉള്ളതെന്നും പടം സ്വാഗാണെന്നും മറ്റൊരാൾ പറഞ്ഞു. മേക്കിംഗിൽ ചിത്രത്തിന് 100-ന് മുകളിൽ മാർക്ക് നൽകാമെന്നും ഇന്റർവെല്ലിനിടെ പ്രേക്ഷകർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാനെത്തിയത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിവരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു. പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എമ്പുരാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. റിലീസിന് മുൻപേ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എമ്പുരാൻ ഭേദിച്ചിരുന്നു. റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം 50 കോടി രൂപ നേടിയെന്നായിരുന്നു അവകാശവാദം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമ റിലീസ് ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത്. മാത്രമല്ല 58 കോടിയിലേറെ രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അതേസമയം എമ്പുരാൻ കണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. രാവിലെ എന്റെ സ്റ്റാഫിനെ അയച്ചു, മോഹൻലാലിനെ വിളിച്ചു, കിട്ടിയില്ല. മോഹൻലാൽ എന്റെ മകന്റെ കല്യാണത്തിന് വന്നിരുന്നല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. എമ്പുരാൻ ദേശീയോത്സവമാണെന്നാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രതികരണം. ഇത് കേരളത്തിന്റെ അല്ല, ദേശീയ ഉത്സവമാണ്. എല്ലാ 6 വർഷത്തിൽ ഒരിക്കൽ ഈ ഉത്സവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 3ാം ഭാഗത്തിലും ഞാനുണ്ടാകും. പൃഥ്വിരാജ് സംവിധായകനല്ല, പ്രത്യേകതരം റോബോട്ടാണ് എന്നാണ് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത്. എമ്പുരാൻ ഇംഗ്ലീഷ് പടം പോലെയാണ് തോന്നിയതെന്നായിരുന്നു സുചിത്ര മോഹൻലാലിന്റെ പ്രതികരണം. സൂപ്പർ പടമാണെന്ന് പ്രണവ് മോഹൻലാലും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയാണ് റിലീസ് ദിന തലേന്ന് മമ്മൂട്ടിയുടെ കുറിപ്പിനൊപ്പം ചിത്രത്തിന്റെ പോസ്റ്റർ മമ്മൂട്ടി പങ്കുവച്ചിരുന്നു. എമ്പുരാന്റെ മുഴുവൻ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ചരിത്ര വിജയം ആശംസിക്കുന്നു. ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനം പകരുന്ന ചിത്രമാവും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ ലാൽ, പൃഥ്വി, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എന്നാണ് മമ്മൂട്ടി കുറിച്ചത്. അതേസമയം ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ഖുറേഷി അബ്രഹാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു, സായികുമാർ, ആൻഡ്രിയ ടി വാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഗഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ, മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനീൽ, എറിക് എബണി, കാർത്തികേയ ദേവ്, മിഹായേൽ, നോവിക്കോവ്, കിഷോർ, സുഗാന്ത്, ബഹ്സാദ് ഖാൻ, നിഖാദ് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഫഡ്, ശുഭാംഗി, ജൈസ് ജോസ് തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫ്ലിന്നിന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരയ്ക്ക് നൽകിയതൊരു ഇന്റർനാഷണൽ അപ്പീലാണ്.